ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ബ്രെഡിനോ ഒപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റൂ ആണ്. എളുപ്പത്തിൽ എങ്ങനെയോ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴന്നതിന് ശേഷം ഒരു സവോള ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി അത് ബ്രൗൺ കളർ ആകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ ഞാൻ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങയും ക്യാഷ്യും എടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി മിക്സി കഴുകി അതിൻ്റെ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇത് ചേർക്കുകയാണ് ഞാനിപ്പോൾ. അങ്ങനെ അതിനകത്തേക്ക് വീണ്ടും ഞാൻ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് താളിപ്പിന് വേണ്ടി ഞാൻ കുറച്ച് ക്യാഷ്യൂവും മുന്തിരിങ്ങയും കുറച്ച് സവോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യമ്മി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പത്തിനും ബ്രെഡിനും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു.